ഇത്രയൊക്കെ ചെയ്യണോ, ഇത്രയേ ചെയ്തുള്ളൂ, അതിൻ്റെ ഇടയിൽ എവിടെയോ ആണ് ജീവിതം. ഞാൻ കണ്ടിട്ടുള്ള വളരെ നൈമിഷികമായ ഇപ്പം നമ്മൾ ഇരുന്ന് ഈ സംസാരിക്കുമ്പോൾ ഈ ഒരു നിമിഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഇത്രയും കാലം കൊണ്ട് ഞാൻ കണ്ട ഒരു കാര്യമാണ്. അവിടെ ഞാൻ പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു ഞാൻ തന്നെ കണ്ട ഒരു പേഷ്യൻറ്റിൻ്റെ ഇൻസിഡൻ്റാണ്. ഒരു 40 വയസ്സിനോടടുത്ത ഒരു പുരുഷൻ, ഒരു മെയിലിനെ കൊണ്ടുവരുന്നു. അപ്പം ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ റിസസിറ്റേഷൻ, അദ്ദേഹം കാർഡിയക് അറസ്റ്റിലാണ്. കാർഡിയക് അറസ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ഹൃദയം സ്തംഭിച്ച അവസ്ഥയിലാണ്. കൊണ്ടുവന്നപ്പോഴേ മരണപ്പെട്ടിരുന്നു. ഞങ്ങളുടെ എഫേർട്ടും ഒന്നും നടന്നില്ല. അത് അങ്ങനെ ഞങ്ങൾ മരണപ്പെട്ടു എന്ന് ഞാൻ പറയാൻ പോയി. ഞാൻ ഇതുപോലെ അവരുടെ അടുത്ത് ഇരുന്ന് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ സംസാരിച്ച് തുടങ്ങി. അപ്പോൾ ഇവരെന്നോട് പറയാണ്, അതുവരെ ഇങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യാതിരുന്ന അവരെന്നോട് പറയാണ്, ഡോക്ടർക്ക് അറിയോ എന്താ സംഭവിച്ചതെന്ന്. ഞാനും ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹവും കൂടെ ഒരുമിച്ചൊരു സോഫയിലിരുന്ന് ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒന്ന് 5 മിനിറ്റ് ആലോചിക്കും, ഞാൻ ഇതാ കുളിച്ചിട്ട് വരുന്നു എന്ന്. ആ ബാത്റൂമിലാണ് അദ്ദേഹം കൊളാപ്സ് ചെയ്ത് വീണത്. അവരെന്നോട് ചോദിച്ചത്, ഞാനിനി എന്ത് ചെയ്യും? ഞാൻ ആ ചോദ്യം ആരോട് ചോദിക്കും? എൻ്റെ മക്കൾ, അവരുടെ ജീവിതം അവിടെ തീരുകയാണ്, അല്ലെങ്കിൽ അവരൊരുമിച്ചുള്ള, അതെ, അവരുടെ ജീവിതം അവിടെ നിന്ന് മാറുകയാണ്. ഒരു 360 ഡിഗ്രിയിലായിരിക്കാം അത് മാറിയിട്ടുണ്ടാവുക. അവർക്ക് നോക്കുമ്പോൾ ഇനി അവർ മുന്നിലോട്ട് എങ്ങനെയാ, എന്താ, ഒരു നിമിഷം കൊണ്ടാണ്. ആ നിമിഷം എനിക്കിപ്പോഴും അന്ന് എനിക്ക് അവരോട് ഒരു ഉത്തരവും പറയാനുണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവരുടെ കൂടെ നിന്നു. പിന്നീട് ഞാൻ എൻ്റെ അടുത്ത പേഷ്യൻസിൻ്റെ അടുത്തേക്ക് പോയി. ഇങ്ങനെ ഉള്ള എത്ര കഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫറ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ നമ്മൾ സന്തോഷകരമായി പ്ലാൻ ചെയ്യുന്നു. ഇപ്പം ഞാൻ എൻ്റെ വെക്കേഷൻസ് പ്ലാൻ ചെയ്യും. ഫറയുടെ നമ്മളൊക്കെ നമ്മുടെ വെക്കേഷൻസ്, കുട്ടികൾക്കുള്ള സേവിങ്സ്, പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യും. അതൊക്കെ ഭാവിയിലേക്ക് നമ്മൾ സന്തോഷത്തോടെ ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ച ആളുകളാണ് ഒരു നിമിഷം ഇല്ല, നെക്സ്റ്റ് മൊമെൻറ്റിൽ ഞാനില്ല, അല്ലെങ്കിൽ ഒരാളില്ല, നമ്മുടെ ഏറ്റവും അടുത്തൊരാളില്ല എന്നൊരവസ്ഥ വരുന്നത്. അതിൻ്റെ മറ്റു വശം എന്താണെന്ന് അറിയൂ? നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ, കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങൾ, നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാർ കുഞ്ഞു കുഞ്ഞു വേദനകൾ കൊടുക്കുമ്പോൾ അടുത്ത നിമിഷം അവരില്ലാതായാൽ പറയാൻ വെച്ചിരുന്ന സോറികൾ, അവർ പറയാതെ പോയ ആഗ്രഹങ്ങൾ, ഇതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്, ഇതിൻ്റെ ഒരു ഭാരമുണ്ട്. ഇത് പേര് വേണം നിങ്ങൾ പിന്നീട് കുറേ നാളുകൾ ജീവിക്കാൻ. ഞാൻ എൻ്റെ ഇനി ഒരു അനുഭവം കൂടെ ഞാൻ പറയട്ടെ. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പേഷ്യൻസിനോട് നമ്മൾ ചോദിക്കുന്നത്, കുറച്ചുകൂടെ നേരത്തെ കൊണ്ടുവരായിരുന്നില്ലേ, എന്തുകൊണ്ട് ഇത്ര നേരം നിങ്ങൾ ഇവിടെ ഞാൻ ഒരിക്കലും എൻ്റെ പേഷ്യൻസിനോട് അത് ചോദിക്കില്ല, ബൈസ്റ്റാൻഡേഴ്സിനോട്. കാരണം ഒരാൾ ഇപ്പോൾ വിചാരിക്കുക, അയാൾ മരണപ്പെടാറായി, അയാൾ കൊണ്ടുവന്നു, അയാൾ മരണപ്പെട്ടു. നിങ്ങളുണ്ടാക്കുന്നൊരു കുറ്റബോധം ഉണ്ടല്ലോ ആ ബൈസ്റ്റാൻഡർക്ക്. അതായത് കുറച്ച് നേരം കൊണ്ട് മുമ്പ് കൊണ്ടുവരായിരുന്നില്ലേ, നിങ്ങൾക്ക് ഇതും കൂടെ ചെയ്യാമായിരുന്നില്ലേ, എന്തുകൊണ്ട് വെച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ലോങ് ടേം ആയിട്ട് നിൽക്കും. ഒരുപാട് കാലം അവരുടെ ഉള്ളിൽ എനിക്ക് അച്ഛനെ കുറച്ചുകൂടെ നേരത്തെ ചെയ്യാമായിരുന്നോ, എനിക്ക് അച്ഛന് വേണ്ടി അത് ചെയ്യാമായിരുന്നു, ഇതുപോലെയുള്ള അവസ്ഥ. ഇങ്ങനെയുള്ള കുറ്റബോധങ്ങളൊന്നും നമ്മൾ ആസ് എ ഡോക്ടർ ഞാൻ ഇൻഫ്ലിക്റ്റ് ചെയ്യാറില്ല. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലും. എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഒരാളോടൊരു വിഷമമുണ്ട്, ഒരു വഴക്കുണ്ടെങ്കിൽ അപ്പോൾ അത് പറഞ്ഞ് തീർക്കുക. ഒരു സോറി പറയാനുണ്ടെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞ് തീർത്തേക്കൂ. ഇതൊക്കെ നമ്മൾ ഒരുപാട് കാലമൊന്നും ഇതൊന്നും കൊണ്ട് നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ ജീവിക്കില്ല. ഇതാണ് അതിൻ്റെ ഈ ഒരു വശമാണ് നമ്മൾ കാണേണ്ടത്. മറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യൂ, നിങ്ങൾ വെക്കേഷൻസ് പ്ലാൻ ചെയ്യൂ, നിങ്ങൾ ദൂരം എന്ത് കാര്യങ്ങളും ഒരുപാട് ദൂരേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യും. പക്ഷെ ഓൺ ദ അതർ സൈഡ് നിങ്ങൾ പറയാനുള്ളത് ചില ആൾക്കാരെ നമ്മളൊന്ന് അടുത്ത് പോയി, പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്, അച്ഛനും അമ്മയും അടുത്ത ആഴ്ച പോവാം, പിന്നെ കാണാം, പിന്നെ വിളിക്കാം, പിന്നെകൾ ഉണ്ടാവാതിരിക്കട്ടെ, ഇപ്പോൾ അങ്ങോട്ട് ചെയ്ത് തീർത്തേക്കും, നാളെ അവരുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അവിടെയാണ് എനിക്ക് ഈ ജീവിതത്തിൻ്റെ ഈ നൈമിഷികതയെക്കുറിച്ചും ഇപ്പോഴുള്ളതിനെക്കുറിച്ചും എനിക്ക് എല്ലാ ആളുകളോടും പറയാനുള്ളത്. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളൊരു മകനാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, പറയാനുള്ളതും ചെയ്യാനുള്ളതും ഇപ്പം ചെയ്യാനുള്ളത് ചെയ്ത് തീർക്കൂ.